ഹായ് ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് മാസ്റ്റർ മൈൻഡ് മനുവിന് വേണ്ടി മാത്രം ഉള്ളതാണ് കേട്ടോ. അവൻ ഇന്നലെ ഇട്ട വീഡിയോ ഞാൻ ഇന്ന് രാവിലെയാണ് അറിയുന്നത്, നീ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടു എന്നുള്ള കാര്യം. അതിനുശേഷമാണ് നിൻ്റെ വീഡിയോ ഞാൻ കണ്ടത്. ശരി, ഓക്കെ. അതായത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. രേണുവിൻ്റെ ഫേസ്ബുക്ക് പേജ് അടിച്ചു കളഞ്ഞവർ ആരാണെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇട്ടത്. അതിൽ ഈ പറയുന്ന മനുവിൻ്റെ പേരോ ഞാൻ വേറെ ആരുടെയും പേര് ഞാൻ പറയുന്നില്ല. ആകെ പറഞ്ഞ ഒരേ ഒരു പേരെന്ന് പറയുന്നത് മഞ്ജു ആൻ്റണി എന്ന് പറയുന്ന വ്യക്തിയുടെ പേരാണ്. മഞ്ജു ആൻ്റണി ഇന്നലെ വൈകുന്നേരം എന്നോട് ഫോൺ വിളിക്കുകയും അതിനെപ്പറ്റി ഞാനും അവളും നമ്മൾ ഡിസ്കസ് ചെയ്തതും ആണ്. എന്തുകൊണ്ട് അവളുടെ പേര് പറഞ്ഞു എന്നുള്ള കാര്യം നമ്മൾ സംസാരിച്ച് അവിടെ ക്ലിയർ ചെയ്തു. അപ്പോൾ ഈ ഞാൻ ആരുടെയും പേര് പറയാത്തൊരു വ്യക്തി എടുത്തിട്ട് ഇങ്ങനെ എൻ്റെ പ്രൊഫൈല് അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഡീറ്റെയിൽ എടുത്തിട്ട് ഇങ്ങനെ നീ ചെയ്ത ആ ഒരു വീഡിയോ മൊത്തത്തിൽ നീ എന്നെ കളിയാക്കി അല്ലെങ്കിൽ അധിക്ഷേപിച്ച് അപമാനിച്ച് ഇട്ടൊരു വീഡിയോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കൊണ്ട് നീ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യത്തിനും വളരെ വ്യക്തമായും കൃത്യമായിട്ടും എനിക്ക് മറുപടിയുണ്ട്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് ദയവ് ചെയ്ത് മനു നീ ഇരുന്നൊന്ന് കാണുക. ഓക്കെ, ഇനി ആദ്യം പറയുന്നത് ശിങ്കിടി, രേണുവിൻ്റെ ശിങ്കിടി. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീയൊക്കെ ആരുടെ ശിങ്കിടിയാണ്? നിന്നെയൊക്കെ ഞാൻ എത്ര പേരുടെ ശിങ്കിടി എന്ന് വിളിക്കണം? ഒരാളുടെ ശിങ്കിടിയാണെങ്കിൽ ശരി, ഓക്കെ, ഇന്നയാളുടെ ശിങ്കിടി എന്ന് വിളിക്കാം. അല്ല, നിന്നെ ഞാൻ ഈ യൂട്യൂബിലുള്ള എത്ര പേരുടെ ശിങ്കിടി എന്ന് വിളിക്കണോടാ? നിനക്ക് എന്താണ് നിലപാട്? ഒന്ന് പറഞ്ഞു തരുമോ? ദയവ് ചെയ്ത് പറഞ്ഞു തരുമോ? ഇതെല്ലാം ഫുള്ളൊന്ന് കേൾക്കണം കേട്ടോ. ഞാൻ എല്ലാം പോയിന്റ് ഔട്ട്, ഞാൻ കറക്റ്റ് പോയിന്റ് ചെയ്ത് ഞാൻ എഴുതി വെച്ചിട്ടുള്ള എല്ലാത്തിനും മറുപടി ഞാൻ തരുന്നുണ്ട്. ശരി, ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞ ഒരു സെൻറ്റൻസ് 5ഉം 10ഉം സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ എടുത്ത് ഞങ്ങളുടെ വീഡിയോ ചെയ്യുന്നു, അതിനുവേണ്ടി ഞങ്ങൾ ചെയ്ത് റീച്ച് തരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ കാര്യം സത്യം തന്നെയാണ്. ഞാൻ അങ്ങനെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ രേണുസുതി വിഷയത്തിൽ രേണുവിനെ പോസിറ്റീവ് ചെയ്യുന്നു രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ, രേണുവിനെ പോസിറ്റീവായിട്ട് പറയുന്നു എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ നെഗറ്റീവ് ഇമേജ് പബ്ലിക്കിൽ നിന്നും കിട്ടുന്ന രണ്ടുപേരാണ് ശ്രീതു, സജീന എന്ന് പറയുന്ന വ്യക്തികൾ. ഓക്കെ, നമുക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് ഇമേജ്, കാരണം കുറേ വ്ളോഗേഴ്സ് കുറേ യൂട്യൂബേഴ്സും നമുക്ക് നല്ല രീതിയിൽ നമ്മളെ പറഞ്ഞ് നെഗറ്റീവ് ഇമേജ് മേടിച്ച് തരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ വീക്കാന്ന് തോന്നുന്നു ഞങ്ങൾ കുറച്ച് നല്ല ടെൻഷനിലും അത്രയും എന്തോ ഒരു കാര്യത്തിൽ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കുട്ടിയുടെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഷെയർ ചെയ്ത് തരുവാണ്, പലരും ഷെയർ ചെയ്ത് തരുവാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കയറി നോക്കിയപ്പോൾ ഈ കുട്ടി അക്കൗണ്ട് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 4-5 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഈ കുട്ടി ആകെ പറഞ്ഞിട്ടുള്ള ശ്രീതു, സജീന എന്നുള്ള കണ്ടന്റ് മാത്രം. അക്കൗണ്ട് തുടങ്ങി അത്രയും ദിവസം ഈ കുട്ടി വെറും എൻ്റെയും സജീനയുടെയും ഈ പറയുന്ന ഫോട്ടോ വെച്ച് തമ്മനയിൽ വെച്ച് വീഡിയോ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് അവർക്ക് വേണ്ടി റിയാക്ഷൻ വീഡിയോ ചെയ്യണോ? ഒന്ന് പറഞ്ഞു തരുമോ? എനിക്കങ്ങനെ തോന്നിയില്ല. റിയാക്ഷൻ വീഡിയോ തിരിച്ച് ശരി, ഓക്കെ, ഞാൻ അന്ന് ആ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യം ആ ഒരു കുട്ടീനെ ഉദ്ദേശിച്ച് മാത്രം തന്നെയാണ്. കാരണം ആ ഒരു ശരി, ഓക്കെ, എന്നാൽ ഫസ്റ്റ് ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ്, നമ്മൾ കുറച്ച് മാന്യമായിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണ്, ഞങ്ങൾ തിരിച്ച് റിയാക്ട് ചെയ്യുന്ന ഏത് ലെവലിലായിരിക്കും എന്ന് പോലും ആ ഒരു കുട്ടി ചിന്തിക്കാതെ നമ്മൾ അത്രയും മോശമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ആ ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞ് തീർക്കണം, അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ കൊടുക്കേണ്ട മറുപടി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനൊരു മറുപടി ഇട്ടത്. പക്ഷെ ആ ഒരു വീഡിയോ കണ്ട് എൻ്റെ വീഡിയോ ആ കുട്ടി കാണുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ ഒരു ഫോട്ടോയോ ഒരു വീഡിയോ വെച്ച് ആ കുട്ടി അതിനുശേഷം റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുമില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ പറയുന്ന എല്ലാവരും യൂട്യൂബിൽ വന്ന് ശ്രീധുവിനെ സജീനനെ ചൊറിയുന്ന അല്ലെങ്കിൽ ശ്രീധുവിനെ ചൊറിയുന്ന എല്ലാവർക്കും വേണ്ടി എടുത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിട്ട് നിന്ന് അത് നടക്കുന്ന കാര്യമില്ല. പ്രത്യേകിച്ച് എനിക്ക് ടൈമില്ല. ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ തന്നെ എങ്ങനെയെങ്കിലും കഷ്ടിച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. അത് ഒരൊറ്റ മൊബൈൽ കൊണ്ട് എഡിറ്റ് ഫുൾ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അതിൻ്റെതായ റിസ്ക് കാര്യങ്ങളെല്ലാം എനിക്കുണ്ട്. ഞാൻ ആ ഒരു കാര്യം ഇട്ടത് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ഇട്ടത് ഞാൻ ഒരിക്കലും ഒരു വളർന്നു വരുന്ന ഒരു യൂട്യൂബിന് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ നിൽക്കുന്ന ഒരു യൂട്യൂബിനെ ഞാൻ കുറ്റപ്പെടുത്തിയതോ അല്ലെങ്കിൽ അവരെ നിരാശപ്പെടുത്തിയതോ ആ ഒരു സാധനം അല്ല. ഞങ്ങൾക്കെതിരെ ഇനി വീഡിയോ ചെയ്യരുത് എന്നുള്ള കാര്യം ഞാൻ മുന്നിൽ കണ്ടുകൊണ്ട് ഒറ്റ ഡയലോഗിൽ അങ്ങ് നിർത്തി. അതിനുശേഷം ആ ഒരു കുട്ടി വീഡിയോ ഇട്ടിട്ടുമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് അതിട്ടത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി പിന്നെ പറഞ്ഞുള്ള രേണുവിൻ്റെ അക്കൗണ്ടാണ്. രേണുവിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് എന്താ, രേണു വന്ന് ആരാണ്ട് ചോദിച്ചു ഫേസ്ബുക്ക് അക്കൗണ്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ രേണു പറഞ്ഞു അത് നന്നായി പോകുന്നു എന്ന് പറഞ്ഞ സാധനം. ഈ രേണുവിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് പോകുന്നതിൻ്റെ അന്ന് രാവിലെ ഞങ്ങൾ അറിയുന്നില്ല, ശരിക്കും പറയാം, രേണുവിൻ്റെ അക്കൗണ്ട് അടിച്ചു പോയി അല്ലെങ്കിൽ ഹാക്ക് ചെയ്തു എന്നുള്ള കാര്യം ഞങ്ങൾ ആരും അറിയുന്നില്ല. അന്ന് ഉച്ചയ്ക്ക് ഈ പറയുന്ന പല യൂട്യൂബേഴ്സും ഈ പറയുന്ന വിവി, കുറേ യൂട്യൂബേഴ്സ് ഈ പറയുന്ന വീഡിയോസ് ഇട്ടിട്ട് ഞങ്ങൾ നിങ്ങളുടെ വീഡിയോയും കണ്ടില്ല. ശരിക്കും പറഞ്ഞാൽ അന്ന് വൈകുന്നേരം ഒരു 7 മണി 6:45-7 മണി ഈ ഒരു സമയത്താണ് ഇങ്ങനൊരു കോള് വരുന്നത്. ഇതുപോലെ ഒരു അക്കൗണ്ട് ഹാക്ക് ചെയ്തു എന്ന് ഒരു ന്യൂസ് വരുന്നത് ശരിയാണോ, എന്നാൽ നമുക്ക് ഇവിടെ വീഡിയോ ഇടാനാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ രേണുവിൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത കാര്യം. അങ്ങനെ അതിനുശേഷം രേണുവായിട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ രേണു ആ സ്കൂട്ടി അറിഞ്ഞിട്ടേ ഉള്ളൂ. മനസ്സിലായി? അതായത് ഹാക്ക് ചെയ്യപ്പെട്ട് എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞ്, ഏകദേശം ഒരു 12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് രേണു തന്നെ അറിയുന്നത്
ഈ ഒരു അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മെസ്സേജ്, ഈ ഒരു കമൻറ്റ് എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തിന് ഇടയിലാണ് ഈ ഒരു കമൻറ്റ് ഇടുന്നത്. ഈ ഒരു കമൻറ്റ് ഇടുന്ന സമയത്ത് രേണുവിന് അറിയില്ല അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ള. ആരും രേണുവിനും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. ഞങ്ങളെല്ലാവരും അറിയുന്നത് വൈകുന്നേരമാണ്. ആ ഒരു കാര്യത്തിലൊന്നും മനസ്സിലായില്ല. ഞങ്ങൾ ഇവിടുന്ന് പ്ലാൻ ചെയ്ത് രേണുവിൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തതോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തതോ അതിന് പകരമായിട്ട് ഇപ്പോൾ രേണുവിൻ്റെ പേരിൽ സെയിം പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ട് പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതും രേണുവല്ല. ഞങ്ങൾക്ക് വന്നത്, ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ വന്നിട്ട് കള്ളം പറഞ്ഞിട്ടില്ല. കള്ളം പറയേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ കള്ളം പറഞ്ഞിട്ട് റീച്ച് ഉണ്ടാക്കണം എന്ന് എനിക്കിതിരെ തോന്നിയിട്ടുമില്ല. അപ്പോൾ അതാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ പറയുന്ന സ്ക്രീൻഷോട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാൻ മഞ്ജു ആൻ്റണിയുടെ സ്ക്രീൻഷോട്ട് വച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഈ പറയുന്ന സ്ക്രീൻഷോട്ടിൻ്റെ ഫുൾ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ഞാൻ അത് ഓൾറെഡി ഇങ്ങനെ മഞ്ജുവിനോട് സംസാരിച്ച് ക്ലിയർ ചെയ്തതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷേ അവിടെ പോലും നിൻ്റെ പേര് ഞാൻ ഇവിടെ പറഞ്ഞില്ലല്ലോ. ഞാൻ നിൻ്റെ പേര് പറയാത്തിട്ട് നിനക്ക് എന്തിനാണ് ഇത്ര കയറി കൊള്ളുന്നത്? നെക്സ്റ്റ് പറഞ്ഞതിന് അടുത്തൊരു കാര്യമാണ്, സ്വർണ്ണ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കിടന്ന് പറയുന്നത്. എടാ, സ്വർണ്ണ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നീയൊക്കെ പറയുന്ന പോലെ രേണു എന്താ അവിടെ നിന്ന് കൊട്ടക്കണക്കിനോ അല്ലെങ്കിൽ പെട്ടിക്കണക്കിനോ സ്വർണ്ണം അവിടെ നിന്ന് കയറ്റി അവിടെ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്ന് ഇറക്കിയതാണ് നീയൊക്കെ പറയുന്നത്. എന്ത് വിവരക്കേടാണ് പറയുന്നത് മനു? ഒരു അല്പമെങ്കിലും ചിന്തിച്ച് അല്ലെങ്കിൽ അല്പമെങ്കിലും എടാ, ഒരു മനുഷ്യരാണ്. നീയൊക്കെ ഈ റീച്ചിനും പണ്ടാരത്തിന് എന്ത് വേണമെങ്കിലും പറഞ്ഞോ. പറയുന്ന കാര്യത്തിൽ ഒരു അല്പമെങ്കിലും കാര്യം ജെന്യുവിനായിട്ടുണ്ടോ വേണ്ട, ആരും പറഞ്ഞറിയണ്ട. കോമൺ സെൻസ് നമുക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലേ? അതൊന്ന് ആലോചിച്ചിട്ട് നീ എന്ത് ചെയ്യുക, വല്ലതും ഒന്ന് പറയുക. നമുക്ക് കേസ് അട്ടിമറിക്കേണ്ട ആവശ്യമില്ല. കാരണം പോകേണ്ട കേസ് പോയിട്ടുണ്ട്. നിങ്ങൾ അവിടെ നീ പറയുന്ന വന്നിരുന്നു രേണു സ്വർണ്ണം കടത്തി, രേണു പേമ്പസിൽ കയറ്റി സ്വർണ്ണം കടത്തി, അങ്ങനെ കടത്തി ഇങ്ങനെ കടത്തി എന്ന് പറഞ്ഞല്ല. നിങ്ങൾ ആരെങ്കിലും ലീഗലായിട്ട് പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ അത് തെളിയിക്കേണ്ടവർ അത് ലീഗലായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സബ്ജക്റ്റ് മാറ്റി അല്ലെങ്കിൽ അട്ടിമറിക്കാനാണെങ്കിൽ നമുക്ക് ആ ഒരു കണ്ടന്റ് തന്നെ ഇപ്പോൾ നമുക്ക് ആ ഒരു കേസ് പോയതിൻ്റെ ആ പേപ്പേഴ്സ് കാര്യങ്ങൾ വെച്ച് വേണമെങ്കിൽ വീഡിയോ ചെയ്യാം. അതിൻ്റെ ബാക്കി അപ്ഡേഷൻ വെച്ചിട്ട് വീഡിയോ ചെയ്യാം. ഇതിന് വേണ്ടി വിളിപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് വീഡിയോ ചെയ്യാം. എന്തുകൊണ്ട് നമ്മൾ അത് ഇടുന്നില്ല? നമുക്കത് വേണ്ട. അത് ലീഗലി നമ്മൾ മൂവ് ചെയ്ത് വീണ്ടും കൊണ്ടുവന്നൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അലക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്തതല്ല. ഒന്നും മനസ്സിലാക്കുക. പിന്നെ ഇവൻ പറയുന്ന മറ്റൊരു കാര്യമാണ് എൻ്റെ യൂട്യൂബ് ചാനലിനെ പറ്റി. അതായത് എനിക്കങ്ങ് കൊട്ടക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, മറിച്ചതാണ്. ഞാനൊരു കാര്യം പറയാം. നീ ഒരു കാര്യം എൻ്റെ ഈ ചാനലൊന്ന് എടുത്ത് നോക്കുക. ഞാൻ എല്ലാ ഡേയ്സിലും കറക്റ്റായിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നുണ്ടോ എന്ന് നീ ഒന്ന് എടുത്ത് നോക്കുക. ഞാൻ ഒരിക്കലും എൻ്റെ വീഡിയോസിൽ ഡെയിലി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നൊരു വ്യക്തിയല്ല. എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ എടുക്കും. ഞാനിപ്പോൾ ഈ രേണുവിൻ്റെ കണ്ടന്റിനെ എടുത്ത് ഏകദേശം ഒരു 3 മാസം എങ്ങാനും ആയിട്ടേ ഉള്ളൂ ഞാൻ സ്ഥിരമായിട്ടെങ്കിലും ഞാൻ ഇങ്ങനെയെങ്കിലും വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്. ഒരാളുടെ ചാനൽ എടുത്ത് ഫുള്ളായിട്ട് നോക്കി. എനിക്ക് ഈ ഇത്രയും ദിവസത്തിൽ ഈ 2500 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചത് വലിയൊരു കാര്യം തന്നെയാണ്, വലിയൊരു നേട്ടം തന്നെയാണ്. വെറും 2500 സബ്സ്ക്രൈബേഴ്സുള്ള എൻ്റെ ചാനലിൽ നിന്നും 3000, 4000, 1500, 2000 വ്യൂസ് പോകുന്നുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യം തന്നെയാണ്, എൻ്റെ ഒരു നേട്ടം തന്നെയാണ്. നീ ഇങ്ങനെ എൻ്റെ ഓരോ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് നീ ഇങ്ങനെ പുച്ഛിക്കാൻ വേണ്ടിയിട്ട് നീ ആരാണ്? നീ നിൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മുതൽ ഇതുവരെയുള്ള ഫുൾ കാര്യങ്ങൾ എനിക്കറിയാൻ സാധിച്ചു. നീ എവിടെ വെച്ചിട്ടാണ് നിൻ്റെ യൂട്യൂബ് ചാനൽ നീ കയറി പിടിച്ചാലും നീ കയറി തരണം. ഇപ്പോൾ നിനക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു, നിൻ്റെ വീഡിയോസ് എങ്ങനെ ഉണ്ടായിരുന്നു, നിനക്ക് എത്ര വ്യൂസ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. എന്നിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നീ വന്ന വഴി ആദ്യം നീ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാനിപ്പോൾ വന്ന് കയറി അങ്ങ് യൂട്യൂബിൽ കൊമ്പത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് അങ്ങനെ അത്രയ്ക്ക് വലിയ അത്യാഗ്രഹം എന്ന് പറഞ്ഞ സാധനമില്ല. യൂട്യൂബിൽ എനിക്ക് അങ്ങ് കയറി മല മറിക്കണം അല്ലെങ്കിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വേണം. ഞാൻ ചുമ്മാ വെറുതെ എൻ്റെ ഒരു ടൈം പാസിനും ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഇടുന്നതാണ്. അതല്ലാതെ എനിക്ക് ഇതിൽ നിന്ന് കൊട്ടക്കണക്കിന് ഉണ്ടാകണം അല്ലെങ്കിൽ കോടിക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഞാൻ സാധനം ഇല്ലടാ. എനിക്കുള്ള 10 സബ്സ്ക്രൈബേഴ്സ് ആയാലും അവരെൻ്റെ വീഡിയോ കണ്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നത്. അതല്ല ചുമ്മാ വെറുതെ നിങ്ങളെപ്പോലെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സബ്സ്ക്രൈബേഴ്സിലോട്ടിട്ട് ഉള്ള നുണയും അടിയും വഴക്കും എല്ലാം പറഞ്ഞ് ഈ അയൽക്കൂട്ടത്തിൽ പെൺപിള്ളേരിരുന്ന് നുണ പറയുന്ന പോലെ വന്നിരുന്ന് നുണ പറഞ്ഞ് നിന്നേക്ക് പോലെ കള്ള സബ്സ്ക്രൈബേഴ്സും ഉണ്ടാക്കിയിട്ട് എനിക്കൊന്നും നേടാനില്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. മനസ്സിലായല്ലോ മനു? ഇനി നീ എൻ്റെ ഓരോ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ, ഇത്ര സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ നിൻ്റെ ചാനൽ ഞാനൊന്ന് കയറി അങ്ങ് പരിശോധിച്ചു. കറക്റ്റ് 1 മാസം മുതൽ ഇതുവരെയും നീ നിൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഓൺലി രേണു സുധി കണ്ടന്റ് ബേസ് ചെയ്ത് മാത്രം, രേണുവിൻ്റെ വീഡിയോസ് മാത്രമേ ഉള്ളൂ. ഇല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ഈ വീഡിയോസ് എല്ലാം ഏകദേശം ഒരു 15K 20K മൊത്തത്തിൽ എന്തായാലും നിനക്ക് ഈ പറയുന്ന വ്യൂസ് പോകുന്നുണ്ട് രേണുവിൻ്റെ കണ്ടന്റിന് മാത്രം. നിൻ്റെ ചാനലിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 27K ആണ്. എത്രയാണ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്? 27. അത് 27,000 സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനലിലാണ് നിനക്ക് ഈ രേണുവിൻ്റെ വീഡിയോ ഇടുമ്പോൾ പോലും ഈ ഒരു 20K എങ്കിലും നിനക്ക് കയറുന്നത്. ഈ 1 മാസത്തിന് മുന്നേ നീ ഇട്ട നിൻ്റെ ചാനലിലെ വീഡിയോസ് ഞാനൊന്ന് എടുത്ത് നോക്കി.
ഞാൻ ഇതുവരെ ആരും ഇങ്ങനെ എന്താണ് ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുമില്ല, ചെയ്യണമെന്ന് വിചാരിച്ചതുമില്ല. നീ എന്നെ അത്രയ്ക്ക് അങ്ങോട്ട് മോശമാക്കിയത് കൊണ്ട് ഞാനങ്ങ് പറയുകയാണ്. ഒന്നുമില്ലെങ്കിൽ നീ ഈ പറയുന്നത് വെച്ചിട്ട് നിന്നെക്കാൾ എന്നെക്കാൾ എത്രയോ പടി നിൽക്കുന്ന ഒരു വ്യക്തിയാണല്ലോ നീ. യൂട്യൂബിൽ 27,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള നിന്റെ ചാനൽ 1 മാസം മുന്നേ നീ ഒരു മല്ലു ഫാമിലിക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മല്ലു ഫാമിലി എന്താടാ, വെറും 479 പേർ മാത്രമേ നിന്റെ വീഡിയോ കണ്ടുള്ളൂ. വെറും 27,000 പേര് നിന്റെ വീഡിയോ കാണാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ അതിൽ നിനക്കൊരു മല്ലു ഫാമിലിയുടെ വീഡിയോ ഇട്ടപ്പോൾ എന്തുകൊണ്ട് നിനക്ക് വെറും 479 പേര് കണ്ടു? ഇത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ചാനൽ കുറച്ചുകൂടെ ബെറ്റർ തന്നെയാണ്. ഇനി ശ്രീലക്ഷ്മിയെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വെറും പോയത് 791 വ്യൂ. 27,000 സബ്സ്ക്രൈബേഴ്സുള്ള നിന്റെ ചാനൽ എന്തിനാണ് വെറും 791 വ്യൂ പോയത്? 2,500 സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള എൻ്റെ ചാനലിൽ നീ എന്ന് കയറി നോക്കൂ. ശ്രീലക്ഷ്മിയുടെ വ്യൂ എത്ര പോയിട്ടുണ്ടോ ഒന്ന് കയറി നോക്കണേ മോനെ. എന്നെ ഇത് പറയിപ്പിക്കുന്നതാണേ മനു. നീ എന്ത് വിചാരിച്ചാലും എനിക്കൊരു പ്രശ്നമുള്ളായാലും നീ ഇതിനു വേണ്ടി തിരിച്ചിട്ടാലും എനിക്ക് തിരിച്ച് നീ റിപ്ലൈഡ് വന്നാലും കുഴപ്പമില്ല, തിരിച്ച് ഞാൻ തരും. ഞാനത് ഉറപ്പിച്ച കാര്യം തന്നെയാണ്. കാരണം ഇത്രയും മോശമാക്കി നീ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ ഞാൻ വിചാരിച്ചില്ല. നെക്സ്റ്റ്, നീ അനീഷിൻ്റെ കണ്ടന്റ് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടു. 1.8K ആണ് അതിൻ്റെ വ്യൂ. പിന്നെ ഒരു ഫസ്മിനെയോ എന്താണ്ടോ 1.4K. അതായത് രേണുവിൻ്റെ വീഡിയോ ഇല്ല എങ്കിൽ നിന്റെ വീഡിയോ ഇടാൻ ഞങ്ങളുടെ വീഡിയോ കാണുന്നതിൻ്റെ അത്ര പോലും ആളുകൾ കാണുന്നില്ലടാ. അപ്പോൾ നീ എന്താണ് ഇത്രയും ദിവസം കൊണ്ട് നേടിയത്? നീ എന്താണ് നിന്റെ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് നീ ഉദ്ദേശിക്കുന്നത്? നിന്റെ ജീവിതകാലം മുഴുവൻ നീ ഈ പറയുന്ന രേണു സുധിയുടെ കണ്ടന്റ് മാത്രം കൊണ്ടാണ് നീ ജീവിക്കോ പറ. അതായത് ഓരോരുത്തരുടെ യൂട്യൂബ് ചാനൽ അതിൻ്റെ അൽഗോരിതം ഇങ്ങനെ സാധനങ്ങളെല്ലാം എനിക്കങ്ങനെ അധികം അറിയില്ലെങ്കിലും കുറച്ചെങ്കിലും ഞാൻ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലായോ? ഞാൻ ഈ പറയുന്ന രേണുസുതി കണ്ടന്റ് മാത്രം അഥവാ ചെയ്താലും 2-3 ഡേയ്സ് ഇങ്ങനെ അടുപ്പിച്ച് പോകും. അത് എന്തുകൊണ്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ ദിവസത്തിലെങ്കിൽ 3-4 വീഡിയോസ് ചെയ്യാൻ വരും, പക്ഷെ ഞാൻ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ കണ്ടന്റ് എടുക്കില്ല. ഞാൻ എല്ലാ കണ്ടന്റും മിക്സ് ചെയ്ത് തന്നെയാണ് ഞാൻ എൻ്റെ ചാനൽ കൊണ്ടുപോകുന്നത്. അത് വ്യൂസ് കുറഞ്ഞാലും പ്രശ്നമുള്ള കാര്യമില്ലെന്നേ. കാരണം എൻ്റെ ചാനൽ തുടക്കത്തിൽ നിൽക്കുന്നതാണ്. അത് പതുക്കെ ഡെവലപ്പായി വന്നാൽ മതി. എടാ, എനിക്ക് പതുക്കെ എൻ്റെ ചാനൽ ഡെവലപ്പായി ഓരോ പടിപടിയായിട്ട് കയറി വന്നാൽ മതി. എനിക്കിതിൽ കയറിയ മുതൽ അയ്യോ അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്ന് എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹമില്ല മനു. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നീയൊക്കെ രേണു സുധി എന്ന് പറയുന്ന കണ്ടന്റ് എനിക്കിപ്പോൾ രേണുവിനെ പറ്റി നെഗറ്റീവ് പറഞ്ഞൊരു വീഡിയോ ഇട്ട് നല്ല രീതിയിൽ റീച്ച് ആവും. നീ എൻ്റെ ചാനലിനടുത്ത് കയറി നോക്ക്. ഞാൻ എൻ്റെ ചാനലിൽ രേണുവിനെ പറ്റി നെഗറ്റീവ് ഇട്ട ഒരു വീഡിയോ ഇല്ലാന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് പോയത്. അതിൽ നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സും കയറിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാൻ വീണ്ടും അതിനെ കണ്ടിന്യൂ ചെയ്യുന്നില്ല? ഒരാളെ കുറ്റം പറഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ സത്യമാണെന്ന് സ്വയം മനസ്സിലാക്കിയിട്ടും വീണ്ടും അത് ആവർത്തിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. അതല്ലാതെ നീ ഈ പറയുന്ന റീച്ച് പിന്നെ എന്താണ് എൻ്റെ $100 പറയുന്നുണ്ട്. $100 റീച്ച് സബ്സ്ക്രൈബേഴ്സ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെങ്കിൽ നീ ചെയ്യുന്ന സെയിം പാറ്റേൺ എനിക്ക് ഫോളോ ചെയ്താൽ മതി. പക്ഷേ എനിക്കത് വേണ്ട. കുറച്ച് പേരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേര് എൻ്റെ ഒരു വീഡിയോയിൽ 1 സബ്സ്ക്രൈബേഴ്സ് കിട്ടി, എനിക്ക് അത് മതിയടാ. അപ്പോൾ ഒരാളെ വന്നിരുന്ന് കുറ്റം പറയുമ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കാം. നീ പെർഫെക്റ്റ് ആണോ, നിൻ്റെ യൂട്യൂബ് അക്കൗണ്ട് പെർഫെക്റ്റ് ആണോ എന്നുള്ളത് നീ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. നീ എൻ്റെ ഓരോ ചാനൽ വീഡിയോസും അല്ലെങ്കിൽ അവൾ വലിയ മറ്റവളായിട്ട് വന്നിരുന്ന് പറയുന്നു ഇവളാരാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് എൻ്റെ അഭിപ്രായമാണ് ഞാൻ വന്നിരുന്ന് പറയുന്നത് മനു. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. നിൻ്റെ അഭിപ്രായം ഞാൻ ചോദിച്ചില്ല എനിക്ക് പറയാൻ. എൻ്റെ അഭിപ്രായം ഞാൻ നിന്നോട് പറയട്ടെ, നീ ഇത് പറയാമെന്ന് ഞാൻ പറഞ്ഞില്ല. എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് ചോദ്യം ചെയ്യാൻ നീ ആരുമല്ല. എടുത്ത് റിയാക്ട് ചെയ്തോ, എടുത്ത് വീഡിയോ ചെയ്തോ, മാന്യമായിട്ട് ചെയ്യുക. അതല്ലാതെ നിനക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഞാൻ 200 സംതിങ് എത്ര വീഡിയോസ് മാത്രമേ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഇതിൽ ഏറ്റവും കൂടുതൽ ഷോർട്സ് ആണ്. ഞാൻ ആദ്യമൊക്കെ ഈ പറയുന്ന ഷോർട്സ് ആണ് ഇട്ടിട്ടുള്ളത്. എൻ്റെ ലോങ് വീഡിയോസിൻ്റെ കൗണ്ട് കുറവാണ്. എന്നിട്ട് തന്നെയാണ് എനിക്ക് ഇത്രയും 2,500 സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുള്ളത്. മനസ്സിലായി? അതുകൊണ്ട് നീ എൻ്റെ ആ യൂട്യൂബ് ചാനൽ എടുത്തിട്ട് ഉണ്ടാക്കിയത് എനിക്ക് അവിടെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സീരിയസ് ഞാനുള്ള കാര്യം പറയാം. ഞാൻ ഇതുവരെ ആരെയും ഇങ്ങനെ ഇത്രത്തോളം ഇങ്ങനെ പറയണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല. നീ ഇത് ചോദിച്ച് മേടിച്ചത് തന്നെയാണ്. നീ ഇതിൻ്റെ ബാക്കി ഉണ്ടാക്കിയിട്ട് വാ. എൻ്റെ വായൊന്നും ഏതെല്ലാം വരുവാണെങ്കിൽ ഒന്നും വിചാരിക്കരുത്. നീ അവിടെ നിങ്ങൾ തന്നിട്ട് ഞാൻ ഇവിടെ അങ്ങോട്ട് തന്നതാണ് എന്നങ്ങ് വിചാരിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യമൊക്കെ പറയുന്നത്. കാരണം മനുവിനെ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യത്തിൽ മനു എന്നെ കയറി ചൊറിയാൻ വേണ്ടിയിട്ട് മനു ആരുമല്ല. നിനക്ക് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിനക്ക് നിൻ്റെ ഒപ്പീനിയൻ പറയാം. അത് പറയേണ്ടെന്നുള്ള രീതിക്ക് പറയുക. അല്ല മറ്റേ നിൻ്റെ നിന്ന് അടിമയല്ലടോ ഞങ്ങൾ, അല്ലെങ്കിൽ നിൻ്റെ നിന്ന് ചിലവിൽ ജീവിക്കുന്നവരല്ലടോ ഞങ്ങൾ. രേണു കേട്ടുകൊണ്ട് നിൽക്കുമായിരിക്കും. മനസ്സിലായി? രേണു കേട്ടുകൊണ്ടിരിക്കുമായിരിക്കും. രേണു ചിലപ്പോൾ പ്രതികരിക്കില്ലായിരിക്കും. പക്ഷേ എന്ന് പറഞ്ഞ് രേണുവിനെ പോലെയാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും എന്ന് വിചാരിച്ചിട്ട് ശ്രീജിൻ്റെ മെക്കിട്ട് വന്ന് കയറാൻ നിൽക്കരുത് വരും. ഞാൻ സീരിയസിലുള്ള കാര്യം പറയാം. ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യണം. കേസ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. എന്തായാലും എൻ്റെ വീഡിയോയുടെ താഴെ ഈ പറയുന്ന അവൻ പറഞ്ഞ സെയിം വീഡിയോനെ യൂസ് ചെയ്യുക. അവൻ്റെ ഷിൻഡികളായിരിക്കും കൂടുതൽ വരുമെന്ന് കമൻറ്റ് ഇടുന്നത്. എനിക്കത് പ്രശ്നമുള്ള കാര്യമില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് പോലെ എല്ലാവർക്കും അവരുടെ അഭിപ്രായമുണ്ട്.
അത് പറയാനും എല്ലാത്തിനും അധികാരമുണ്ട്. അത് ഞാൻ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എനിക്ക് അഭിപ്രായമുള്ളതുപോലെ എല്ലാവർക്കും അവരുടേതായ വാല്യൂ ആയിട്ടുള്ള അഭിപ്രായം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അത് നമ്മൾ അംഗീകരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇമാതിരി വന്നെന്ന് തോന്നിയ ദിവസം പറയുമ്പോൾ പിന്നെ എന്താണ് മിണ്ടാതിരിക്കണം കേട്ടിട്ട്. എന്തായാലും കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. ഇവർ ഈ പറയുന്ന പോലെ അവരെ പോലെ മറ്റേ ഹൈപ്പ് മറ്റേതിന് മറിച്ചതിന് അതിനൊന്നും എനിക്ക് എന്നെ സപ്പോർട്ട് എൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ള ഒരാൾ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് അത് മതി. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഇപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് രേണുവിനെ പോലെയാണ് ഞങ്ങൾ, രേണുവിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് അതുപോലെയാണ് ഞങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയാണ് മറ്റേയാണ് മറിച്ചാണെന്ന് പറഞ്ഞിട്ട് എന്നാണ് നിങ്ങൾ ഈ പറയുന്ന പോലെ ആരും ജഡ്ജ് ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ എന്താണെന്ന് എനിക്കറിയാം, ഞാൻ എന്താണെന്ന് എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ വീട്ടുകാർക്കും അവർ ബോധിച്ചാൽ മതി. നാട്ടുകാരും ഈ പറയുന്ന യൂട്യൂബേഴ്സ് ഇവനെ പോലുള്ളവരാരും ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. എന്തായാലും വീഡിയോ വേണ്ടപ്പോഴാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ മതി. ബൈ ബൈ.